ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കണം. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 8-10 വെളുത്തുള്ളി അല്ലിയും തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ ഒറ്റ വിസിലടിച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി ഒന്നും കൂടെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് നല്ല രീതിയിൽ ഉടച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ വേവിച്ച് എടുക്കണം. അപ്പോൾ ഇനി കുറച്ച് മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെറിയ ജീരകം ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെപ്പർ പൗഡർ. അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് എടുക്കുക. നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു പച്ചമുളക് ചേർത്തതാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിലും ചിക്കനിലൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതും കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെള്ളം ഒഴിവാക്കിയിട്ട്. അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഇത് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നേരത്തെ മസാലകളൊക്കെ ചേർത്തപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓരോ റൗണ്ടാക്കിയിട്ട് ഇതേപോലെ വട്ടത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് നടുവിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. സാധാരണ ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഞാനിവിടെ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്ലേറ്റിലായിട്ട് എല്ലാതും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കോഴിമുട്ടയുടെ മിക്സിയിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കടലറ്റൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി മറ്റുള്ളതെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഡോണറ്റിലൊക്കെ വേവിക്കാത്ത ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിൽ ബ്രെഡ് ക്രംസ് ചേർത്തുകൊണ്ട് തന്നെ പുറം ഭാഗം പെട്ടെന്ന് മുരിഞ്ഞു വരാനും എന്നാൽ ഉള്ളിൽ
വേവാതെ ഇരിക്കാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ യൂസ് ചെയ്യുമ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ വേവിക്കാത്ത ചിക്കനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത് 2 ഭാഗവും മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാണ് നമുക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാ ചിക്കൻ ഡോണറ്റും ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡോണറ്റ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതിൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.